എന്നൊക്കെയാ പറഞ്ഞത്. ബാസ്കുവിന്റെ ലോട്ടറി അടിച്ചു. അവൻ വല്ലതും അറിയണുണ്ടോ ഇതൊക്കെ? അത് വന്നപ്പോൾ തന്നെ ഞാൻ നോ പറഞ്ഞ് ഞാൻ കണ്ടം വഴി ഓടി. പിന്നെ കല്യാണം പറഞ്ഞ ചേച്ചിനെ കാണുമ്പോൾ ഞാൻ കണ്ടം വഴി ഓടുമായിരുന്നു. അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകട്ടെ. ഞാനിങ്ങോട്ട് വന്നിട്ട് എന്നാൽ വീട്ടിൽ പോയിട്ട് പോരാ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട്, അവിടെ ചെന്ന് ഇറച്ചി മേടിച്ച് അപ്പോൾ ഇറച്ചി മേടിച്ച് ഞുറുക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിക്കാം സവോള ഉണ്ടോ. എന്നിട്ടും ഈ പുള്ളിക്കാരത്തിക്ക് ഇവൾക്ക് മനസ്സിലായില്ല കേട്ടോ. അത് കപ്പയും മേടിച്ചു ഞാൻ. അത് മേടിച്ചെന്ന് എല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് വെല്ലം കടിച്ച് വാതിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. ഇതെന്നാന്ന് വെച്ച് ഞാൻ മനുഷ്യർ കപ്പ മേടിച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് ഇറച്ചി മേടിച്ചെന്ന് തോന്നണില്ല. പിന്നെ നോക്കുമ്പോൾ ഇറച്ചി മേടിച്ചു. പിന്നെ പറഞ്ഞ് തീരാൻ പറഞ്ഞ കറി വെച്ചു. അതൊക്കെ ഉണ്ടാക്കും. അപ്പം എനിക്ക് അതൊന്നും കാണാൻ വേണ്ടി ഞാനിങ്ങനെ ഇല്ല എന്ന് പറയും. ആയിക്കോട്ടെ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആൻസോട്ടൻ ഇനി പരീക്ഷയായിട്ട് സ്കൂളിൽ പോയത്. ആൻസോട്ടൻ ഇവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പിള്ളേരുടെയൊക്കെ സ്കൂൾ അടയ്ക്കാറായിന്ന് എന്നെ പറയാനാന്ന് പറ. അപ്പം ഞാൻ പോകാൻ റെഡിയായി. ഇന്നേതായാലും നടന്നു പോകേണ്ടി വരും, കാരണം ചേട്ടൻ കുറച്ച് തിരക്കിലാണ് സുഹൃത്തുക്കളെ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ചക്ക പുഴുങ്ങിയത് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. പിന്നെ ഞാനൊരു കൂട്ടം കാണിച്ചില്ല. ചക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കൊതിപ്പിക്കാൻ പോകാൻ കേട്ടാ. രണ്ടടാ അയ്യോ ഒന്നും കാണാൻ പാടില്ലേ. ഇതാ ചക്കപ്പഴമാണ് ഇരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ ചക്ക ഇടുമ്പം പറഞ്ഞേക്കാൻ വന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി നമ്മളവിടെ പോയി എടുത്തുകൊണ്ട് വന്നാട്ടെ. ഏറ്റവും മൂത്ത ചേട്ടൻ്റെ അവർ 9 മക്കൾ. ഏറ്റവും മൂത്തത് ചേച്ചിയാണ്. ചേച്ചി സിസ്റ്ററാണ് കേട്ടോ, കന്യാസ്ത്രീ ആയിപ്പോയി. പിന്നെ അതിൻ്റെ ഉള്ളതാണ് ഈ ചേട്ടൻ. അങ്ങനെ വന്നു 7ാമത്തേതാണ് നമ്മുടെ ചേട്ടൻ. പിന്നെ ഇതാ നമ്മുടെ ഇന്നലെ പറിച്ച വാഴക്കൊല ഇതാ പഴുത്ത് വരുന്നുണ്ട്. ഒത്തിരി അങ്ങ് മൂപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അതാണ് ഈ സംഭവം. ഇത് ചെറിയ കൊല ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് എടുത്തത്. ബാക്കി നമ്മൾ കൊടുക്കുക ചെയ്തേ. അപ്പോൾ അതായത് ചമ്രം കൊണ്ടൊക്കെ വരുന്നുണ്ട്, പൊട്ടിയേക്കുന്നുണ്ട്. അതുപോലെ വാഴക്കൊല മൂത്ത് കഴിഞ്ഞാൽ നല്ല മൂപ്പുള്ള വാഴക്കൊലയാണെങ്കിൽ പഴം ഇങ്ങനെ ഉരുണ്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ ചതുരം പോലെ ഈ ഒരു ഞരമ്പുണ്ടല്ലോ ആ സാധനം കാണും എന്നെനിക്ക് പുതിയ അറിവായിരുന്നു. കഴിഞ്ഞ ദിവസം കൊല വെട്ടാനായിട്ട് ഒരു ചേട്ടനെ കൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്. എൻ്റെ പൊന്നോ, ഇവിടെ ഒരാൾ കിടപ്പ് കണ്ടോ? ഇതാ ആൻസിനെ കണ്ടോണ്ട് എഴുന്നേറ്റ് വന്നെ. എന്നെ ഒന്നും ആർക്കും ഒരു മൈൻഡും ഇല്ല. അതുണ്ടോ നേരെ അവൻ്റെ അടുത്തേക്കാണ് പോയേക്കുന്നത്. കാരണം എന്താണെന്നറിയാവോ? കാരണം ഇതേ ഉമ്മ കൊടുക്കണം. വാലാട്ടണ ആട്ട് നോക്ക്. ഇതുപോലൊക്കെ വാലാട്ടണ പട്ടിക്കൂട്ടന്മാരുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആരൊക്കെ അറിയാം? എൻ്റെ ദൈവമേ, ഇതിൻ്റെയൊക്കെ കാര്യം. ആ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹായ്. രാവിലെ ആണെങ്കിൽ ഒരു കുയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അത് കൂ 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 ഞാനും അതിനെ ഒപ്പം ഇരുന്ന് കൂവി. അതിനുശേഷം അതെനിക്കൊരു കുയിലിനെ അതെ നിന്നോടാ പറഞ്ഞേ. തൽക്കാലം വാതിലടച്ചിട്ട് മുമ്പ് വശത്തേക്കോ ഞാൻ ഇറങ്ങുക ബാ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കുയിലിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണാടി എടുക്കണോ വെക്കണോ? കണ്ണാടി വെക്കണോ? ആർക്കറിയാവനൊന്നും പറയണില്ല. കുട്ടി മിണ്ടുന്നില്ല. ഞാനേതായാലും ഇറങ്ങുക. പക്ഷെ കുയിലിനെ നമ്മൾ കണ്ടിട്ടില്ല. അതേ ഏതെങ്കിലും പൊങ്ങിയ മരത്തിൻ്റെ കൊമ്പിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എന്താണെങ്കിലും കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നോക്കി. പക്ഷേ കണ്ടില്ല കേട്ടോ. തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ പറന്നങ്ങ് പോയി എന്നല്ലാതെ ആ സംഭവത്തിന് ഞാൻ നേരിട്ട് കണ്ടതേ ഇല്ലേ. അപ്പോൾ ദാ ഇവിടെ നോക്കാം. ഒരാൾ കാൽച്ചോട്ടി വന്നിട്ട് രാവിലെ ചോറ് മീൻ കൂട്ടി കുഴച്ച് അതിൻ്റെ പാത്രത്തിൽ കൊണ്ടിട്ട് കൊടുത്തേക്കുന്നതാണ്. അത് തിന്നോന്നറിയത്തില്ല. ഒന്ന് പോയി നോക്കട്ടെ.
പോർച്ചിൻ്റെ സൈഡിൽ അതിനുള്ള ഫുഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ച് തിന്നട്ടോ, ബാക്കി ഇരിപ്പുണ്ട്. അതിലെ മീൻ മുഴുവൻ പറക്കി തിന്നേ. അമ്പടി കള്ളി, മീൻ മുഴുവൻ പറക്കി തിന്നു. കൊള്ളാം. വണ്ടി നമ്മുടെ പൂച്ചെടികളൊക്കെ കണ്ട നനച്ച് കൊടുക്കുന്നതുകൊണ്ടേ നല്ല ഇവിടെയൊക്കെ പുല്ലൊക്കെ അത്യാവശ്യം പുല്ലോട് കൂടിയൊക്കെ വളർന്നിട്ടുണ്ട്. എനിക്കൊരു ഐഡിയ ഒക്കെയാണ് കേട്ടോ, ഇതിന് ചുറ്റും അങ്ങ് ചീര നട്ടാലോ. നീ തെങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ തടം ഉണ്ടല്ലോ, ഇങ്ങനെ വട്ടത്തിൽ വേണ്ട, അതിൽ ചീര നട്ടാൽ നമുക്കൊരു കറിക്കുമായി. മറ്റേ ചുവന്ന ചീരയില്ലേ, ഒരു കറിക്കുമായി, കാണാനൊരു ഭംഗിയായിരുന്നു. വീട്ടിലൊന്നും മര്യാദയ്ക്ക് ഇരുന്നിട്ട് വേണ്ട വല്ലതൊക്കെ ചെയ്യാൻ. പിന്നെ നമ്മുടെ കേശവർദ്ധിനിക്ക് ഇവിടെ പൂവൊക്കെ ഉണ്ടായി. വയലറ്റ് പൂവ്, കേശവർദ്ധിനിക്ക് പൂവുണ്ടായി. പിന്നെ ബാക്കി ചെത്തിയും ചെമ്പരത്തിയും എല്ലാം പൂത്തൊക്കെ നിൽക്കുന്നതാണ്. ഓർക്കിഡ് നല്ല രസമില്ലേ, വയലറ്റ് പൂവ്, ലാവണ്ടർ കളറോ. ഇവിടെ ഒരു ചോട് കേശവർദ്ധനി, 2 ചോട് കേശവർദ്ധനി ഞാൻ പുതിയ നല്ല തൈ നട്ടത്. അമ്മച്ചി അത് പറിച്ചു കളഞ്ഞ്, എന്താണെന്നറിയാൻ പാടില്ലാതെ. എന്നിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒരു കൊമ്പ് കുഴിച്ചിട്ടപ്പം അത് നന്നായിട്ട് ആർത്ത് കൊടുത്ത് വരുന്നുണ്ട്. ഇത് മണ്ണല്ല, സിമെൻറ്റിൻ്റെ ചട്ടിയല്ല ഡാൻസേ, അല്ലേ? സിമെൻറ്റിൻ്റെ ചട്ടിയാന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഏതായാലും പോകും. അതേ ബാസ്കിക്കൂട്ടനാണെങ്കിൽ അവിടെ കയറി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതായാലും പോട്ടെ. പൂച്ചെടികളൊക്കെ പിന്നെ ഇനി വന്നിട്ടൊക്കെ കാണാം നമുക്ക്. ബാടാ, ഇവിടെ ഇരുന്ന് പഠിച്ചോളണം കേട്ടോ അമ്മ. അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകട്ടെ. ആരസുകൂട്ടൻ ഇവിടുന്ന് വായിച്ച് പഠിച്ച് ജോലി ചെയ്തെങ്ങും പോകരുത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇറങ്ങിയേ. നമ്മുടെ അടുത്ത് പുതിയ അയൽപ്പക്കം വരുന്നത് കണ്ടോ. ഇവിടം വരെ ചേട്ടൻ്റെ സ്ഥലമായിരുന്നു, ഈ വീടിൻ്റെ അതിര് വരെ. ഇവിടം വരെ ചേട്ടൻ്റെ സ്ഥലമായിരുന്നു. ഇത് വേറൊരു ഫാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ കുറേ പശുവുണ്ട്, ആടുണ്ട്. ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നേ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല, പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. പിന്നെ നമ്മുടെ തൊട്ടയൽപക്കം എന്ന് പറഞ്ഞാൽ ബിജി ചേച്ചിയുടെ ഒക്കെ വീടാണ്, തമ്പിച്ചേട്ടൻ്റെ. കണ്ടപ്പള്ളിയിലെ വീട് ഞങ്ങളെൻ്റെ വീട് വിറ്റില്ലേ, അപ്പം വാങ്ങിയ അവരുടെ വീടാണിത്. ഇതാണ് നമുക്കിപ്പം തൊട്ടയൽപക്കം എന്ന് പറയാനുള്ളത്. പിന്നെ പുതിയ വീട്ടിൽ താമസമൊക്കെ തുടങ്ങുമ്പം ഇതുണ്ട. പിന്നെ പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ അവരായി. ഇനി ഒരു വീടവിടെ പണിയുന്നുണ്ട്, ഇനി 2 വീടോടെ അവിടെ വരും. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു, ജാക്സൺ ഇങ്ങനെ പറഞ്ഞു, ജാക്സൺ ഒത്തിരി കഷ്ടപ്പെട്ട് സൗദിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കിയതാണ്. സ്വന്തമായിട്ട് വാങ്ങിയ സ്ഥലവും അവിടെ വീട് പണിതതാണ്. പാവല്ലേ. റോഡാണെങ്കിൽ പുതുതായിട്ടിപ്പം പൈപ്പ് കണക്ഷൻ ഇട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് റോഡിൽ നിറയെ പൊടിയാണ്. ഒന്നാമത് മഴക്കാലമല്ല, മഴയില്ല, വെള്ളമില്ല. അപ്പോൾ പൊടി ഒന്നോടെ കൂടും. എനിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജിയുടെ നല്ല പ്രോബ്ലമുള്ളതാണ്. കാട് മൂടിക്കിടന്ന പറമ്പല്ലേ, ഇവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ എന്നും വന്ന് കിളയ്ക്കുന്നതൊക്കെ കാണാം. സൂര്യൻ അങ്ങ് കിഴക്ക് ഉദിച്ച് നിൽക്കുന്നുണ്ട്.
ഒരു വണ്ടി പോകുമ്പോഴത്തേക്ക് എന്തൊരു ഇതാണെന്നറിയാവോ പൊടി. ഏതായാലും കോളേജ് ബസ് വരാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വീടുണ്ട്. അവരാണെങ്കിൽ വീട്ടിലേക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണ്. കണ്ടോ, വീട്ടിലേക്ക് അത് റോഡിനോട് ചേർന്നിരിക്കുക. പൊടി കയറാതിരിക്കാൻ വേണ്ടി നനച്ചു കൊടുക്കും. കണ്ടോ, ചെറുതായിട്ട് ചെളി ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ പൊടി ഉണ്ടാകാതിരുന്നുള്ളൂ. അവിടെ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പൊടിയായി. ഈ വെളുത്ത ഭാഗത്തൂടെയാണ് പൈപ്പ് ലൈൻ വന്നിരിക്കുന്നത്. അതിൽ പോയാൽ മണ്ണ് പറ്റാതെ അങ്ങ് കഴിച്ചു കൂട്ടാം. കഴിഞ്ഞ ദിവസം ഞാനും ആൻസിലും നടന്നു പോയേ. അന്നാണെങ്കിൽ ഇവിടെ ഒരു പാമ്പ് കിടക്കുമായിരുന്നു. ചത്തട്ടില്ലായിരുന്നു, വണ്ടി കയറി. അതിനു മുമ്പ് ഞാനാണെങ്കിൽ ആഞ്ഞിലിയിൽ തിരി വീണ് കിടക്കും. അതാണ് ഓർത്തത്. ഒരെണ്ണതിന് മുമ്പ് ആഞ്ഞിലിന് തിരി വീണത് കണ്ടു. അത് കാലം കൊണ്ടൊരു ചവിട്ട് കൊടുത്തങ്ങ് പോയി. പിന്നെയും ചവിട്ടാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു പാമ്പും കുഞ്ഞ്. അത്യാവശ്യം മുഴുപ്പുണ്ട്, ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട്, ചെറുതായിരുന്നു. അങ്ങനെ മെയിൻ റോഡിലെത്തിയിട്ടാ. ഇനി പിന്നെ കാണാം. അങ്ങനെ ഞാൻ വൈകുന്നേരം കടയിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ ഓട്ടം വരെ കാണിച്ചുള്ളൂ. കോളേജിലൊക്കെ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കടയിലെത്തിയിട്ടുണ്ട്. കടയിലെത്തിയപ്പോൾ നല്ല സൂപ്പർ പരിപ്പ് വട, ഇന്നലെ നല്ല സൂപ്പർ പഴംപൊരി എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങി വെച്ചതാണ്. പക്ഷേ പരിപ്പ് വട ഇവിടെ ഗ്ലാസ്സിനകത്ത് പരിപ്പ് വട എടുത്ത് വെച്ചത്, ചില്ലിനകത്ത് കേട്ടോ. അപ്പോൾ വേണോ? ഞാൻ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാന്നേ, വിറ്റോണ്ടിരിക്കുക. അപ്പം 4 വിറ്റു, ഇനി 1 കൂടെ ഉള്ളൂ. 4 അവിടെയാ? ഞാൻ 3 എടുത്തുള്ളൂ. ചേട്ടൻ 1 വിറ്റു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കമൻ്റൊക്കെ കണ്ടു കേട്ടോ, ഒത്തിരി സന്തോഷം. നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ വീഡിയോ ആക്കി പുറത്തു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു കമൻറ്റ് വന്നത് ബിജുമേനോൻ്റെ ലുക്ക് ആർക്കെങ്കിലും തോന്നിയോന്ന്. പിന്നെ നമ്മുടെ കൃഷിയുടെ വീഡിയോയ്ക്കൊക്കെ കൃഷി വീഡിയോ ഉണ്ടായില്ലേ, അതിന് വന്ന കമൻ്റ് ഉണ്ടായിരുന്നു, ചേട്ടനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. അതിന് നമുക്കൊരു ദിവസം ലൈവ് വരാം. പിന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എല്ലാം സെറ്റാക്കിയിട്ട് കല്യാണത്തിൻ്റെ കഥ പറയാമോ എന്നും ചോദിച്ചിട്ട് ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയ്ക്ക്. കല്യാണത്തിന് പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല. നമ്മളെ എങ്ങനെയാ കണ്ടുമുട്ടിയെന്ന്, നമ്മളെ എങ്ങനെയാ കല്യാണത്തിലേക്ക് എത്തിയെന്നൊക്കെ നമ്മൾ പറഞ്ഞു തീർന്നതാണ്. ഞാൻ അതിൽ കൂടുതലൊന്നും പറയാനില്ല. വേറൊന്നുമില്ല. കഴിഞ്ഞ ഇപ്പം ഈ ജനുവരി വന്നപ്പോൾ 1 വർഷമായി. അതിന് മുമ്പുള്ള ജനുവരിയിൽ എനിക്കൊരു പ്രപ്പോസൽ വന്നു. അപ്പോൾ അത് ചേട്ടൻ അറിഞ്ഞില്ല. 2024 ജനുവരിയിൽ അത് വന്നപ്പോൾ തന്നെ ഞാൻ നോ പറഞ്ഞ് ഞാൻ കണ്ടം വഴി ഓടി. പിന്നെ കല്യാണം പറഞ്ഞ് ചേച്ചിനെ കാണുമ്പോൾ ഞാൻ കണ്ടം വഴി ഓടുമായിരുന്നു. പിന്നെ അതിനുശേഷം ഫെബ്രുവരിയിലൊക്കെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാണ് ഇങ്ങനെ ഒരാളെ ആ വീട്ടിലുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. പക്ഷേ ആ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. ആ വീട്ടിലെ ചേട്ടനാണെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു അന്ന് ആ ചേച്ചി ആലോചന കൊണ്ട് വരുമ്പോൾ. പക്ഷേ പിന്നെ ഞങ്ങൾ മിണ്ടിയതൊക്കെ ജൂലൈ ഒക്കെ ആയപ്പോഴാട്ടോ. ചേട്ടനെ കാണുമൊന്നും ഉണ്ടായെങ്കിലും ഞാൻ രാവിലെ ആയിട്ട് പോയി, പിന്നെ വൈകുന്നേരം രാത്രിയിലേ വരുള്ളൂ. ഉച്ചയ്ക്ക് ചോറിനും വരുമില്ലല്ലോ, ഇടയ്ക്കേ വരുള്ളൂ. അപ്പോൾ പിന്നെ നോക്കിയിട്ട് 4 വർഷം താമസിച്ചെങ്കിലും 3.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. സത്യം കേട്ടോ, അത് ഭയങ്കര അത്ഭുതമുണ്ട്. ഇതിന് പണ്ടേ കാണണ്ടേ അത്. എന്നിട്ടോ ചവിട്ടി കൂട്ടിയെടുത്ത് വെള്ളം കളയാറുന്നതെന്ന് ഓടി രക്ഷപ്പെടാറുന്നതാണോ? പൂവാണ് കുഴപ്പം. ബ്രഹ്മേറി എന്താ ഇവിടെ എല്ലാ വീട്ടിൽ കൂടെ ഉണ്ട് കേട്ടോ.
അതിങ്ങനെ റോഡിലേക്ക് പൊഴിഞ്ഞ് വീണ് കിടക്കുവേ. അപ്പം ഞാനും ആൻസൂട്ടിനും കൂടെ ജൂലൈ 21-ാം തീയതി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വ്ളോഗൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്കാം ഇതിങ്ങനെ നിൽക്കുക. അപ്പം നോക്കിയപ്പോൾ ഈ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ചേട്ടനെ നമ്മൾ അങ്ങനെ ആ വീട്ടിൽ വെച്ചൊന്നും കാണാറൊന്നുമില്ല. എനിക്കാണെങ്കിൽ മിണ്ടാനൊരു പേടിയായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു ഇതായിരുന്നു, ഗുണ്ടാലുക്ക. വില്ലനായി വന്ന് നായകനായി മാറിയ ആ കഥ. എന്നാ ചായ തളച്ചു അല്ല, കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിച്ച് മതി. എന്നും അങ്ങനെയാണല്ലോ, പിന്നെ കാര്യമില്ലോ. എന്നിട്ടില്ലേ അല്ല, ഒരു കാര്യമുണ്ട് കേട്ടോ, പണ്ടത്തെ കാലം ഒത്തിരി മാറ്റം വന്നു പോയി ബിന്ദുവിന്. തന്നെ അയ്യോ, എന്തോരം പറഞ്ഞ് മാറ്റണമെന്നറിയോ? എൻ്റെ വായിലെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക. ഒരേ കാര്യം പറഞ്ഞ് സ്വഭാവം കൊണ്ട് എല്ലാം കൊണ്ട് മാറ്റം വന്നിട്ടുണ്ട്. നല്ല സ്വഭാവം. അങ്ങനെയല്ല, അത് പറഞ്ഞിട്ട് തോന്നുന്നു ഞാനെങ്ങാണ്ട് ദുഷ്ടത്തിയായിരുന്നു. അയ്യോ അങ്ങനെയല്ല. 10-11 കൊല്ലം അമ്മയും കൊച്ചും തന്നെയായിട്ട് ജീവിക്കുന്നതല്ല. അപ്പോൾ അവരോട് സാമൂഹ്യപ്പെട്ടപ്പോൾ ഒരാൾക്കുടെ കീഴിൽ വരുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം വരും. ആ മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞോളൂ. ഇനി മാറാനുണ്ട്, ഒത്തിരി മാറാനുണ്ട്, കുറച്ചും കൂടെ മാറാനുണ്ട്. മാറിക്കഴിയുമ്പോഴുണ്ടോ എന്താ നല്ല കിണറ്റിൽ നിന്ന് ഒരു പച്ചവെള്ളം എന്ന് പറയും. പച്ചവെള്ളത്തിനെ പോലെ ആയോ? ആപ്പിൾ ജ്യൂസാന്നൊക്കെ പറയാം. ചായ പരിപ്പുവട. ഈ പരിപ്പുവട വിഷം കൊടുത്ത കൈവിഷം കൊടുത്തത്. പരിപ്പുവടയും പഴംപൊരിയിൽ രണ്ടെണ്ണത്തിനും. പിന്നെന്ന് പറഞ്ഞാല് ചേട്ടൻ ഭയങ്കര ഓവറായിട്ട് സ്പീഡിൽ സംസാരിക്കും. ഞാൻ വളരെ സ്ലോ ആയിട്ടേ സംസാരിക്കുള്ളൂ. എൻ്റെ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്. വണ്ടി ഓടിക്കാനും ശരി സ്പീഡ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിൽ സ്പീഡ് കൂട്ടി ഓഡിയോ ഇടാൻ പറ്റത്തില്ല. എന്നാലും ചേട്ടൻ പറഞ്ഞാർക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനൊരു കോള് വന്ന് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പോയതാണ് കേട്ടോ. വെരി അർജൻറ്റ് കോളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ ചേട്ടനോട് മിണ്ടാൻ പേടിയായിരുന്നു. അങ്ങനെ പലരും എല്ലാവർക്കും അറിയാവുന്ന കാര്യം പിന്നെ ചോദിക്കുന്നോണ്ട് പറയുക. അങ്ങനെ ഞാൻ ചേട്ടനോട് ആദ്യമായി ഞാനല്ല മിണ്ടിയത്, ആൻസിനെ കൊണ്ട് ചോദിപ്പിച്ചു, ചേട്ടാ ഈ പൂവിൻ്റെ പേരെന്താണ്? അങ്ങനെയാണല്ലോ ചൂണ്ടയിടണ. അങ്ങനെ അതെ, ഈ ചൂണ്ടയിടണ എങ്ങനെയാണെന്നറിയോ? ചെറിയ അരി ഇട്ടും, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇച്ചങ്ങടെ വലിയ കിട്ടുള്ളൂ, എന്നിട്ട് വലിയ ഇച്ചങ്ങടെ വലിയ കിട്ടുള്ളൂ. ഇത് വലിയ അരി അങ്ങ് ഇട്ട് കൊടുത്തു. പക്ഷെ അന്നേരം എനിക്ക് ചേട്ടനാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ചേർത്തിയാണെന്നല്ലേ? അല്ല, ആ ചേച്ചി അന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഒരു കാര്യം, ഞാൻ അവിടെ വന്നപ്പോൾ തൊട്ടില്ലേ ഞാൻ ഈ ചേട്ടൻ്റെ വീട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്താണെന്നറിയാം, ആ വീട്ടിൽ ആരെയും കാണാറില്ല. അപ്പം ഞാനടുത്ത് ഗൾഫുകാരായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ വീട്ടുപേരാട്ടോ ഉറുമ്പിൽ നിന്നും പറഞ്ഞ് എന്നെ ഒരു സാറ് പഠിപ്പിച്ചത്. എൻ്റെ 7ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. സാറിൻ്റെ പേരും ജോൺ ഉറുമ്പിൽ നിന്നായിരുന്നു. അപ്പം ഞാൻ ഓർത്ത സാറിന് 2 ആമക്കളാണ്. അപ്പോൾ ആ പിള്ളേരൊക്കെ ആ സമയത്തൊക്കെ എൻ്റെ ഏജുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെങ്ങാനും കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ പോകുന്ന ഇവിടെ വീടൊക്കെ വെച്ച് താമസിക്കുന്നതാണോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ കാണിച്ചു തരാം, ഫേസ്ബുക്കിലുണ്ട് ജോൺ ഉറുമ്പിൽ. പക്ഷേ എനിക്ക് ആള് മാറിപ്പോയി സുഹൃത്തുക്കളെ, ആള് മാറിപ്പോയി. പിന്നെന്ന് പറഞ്ഞാൽ ആ വീട് പണിതേക്കുന്ന രീതി ഇങ്ങനെ വളഞ്ഞൊക്കെ അതൊക്കെ കണ്ട് നല്ല ഒതുക്കമുള്ളൊരു വീട്, നല്ല ഭംഗിയുള്ള വീടാണ്. ഞാൻ ആൻസർ നമുക്ക് വീട് പണിയുമ്പോൾ ഇതുപോലത്തെ ഒരു വീട് പണിയാം. ഇത്ര ഉള്ള വീടൊക്കെ മതി നമുക്ക്. പക്ഷെ അത്ര ഉള്ള വീട് ഇപ്പോൾ പണിയണമെങ്കിൽ എത്ര രൂപയാകും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത്. ഞാനോർത്ത് സോ സിമ്പിൾ സോ ഹമ്പിൾ എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുമായിരുന്നു. 50,000 രൂപയല്ല, 50 ലക്ഷം രൂപ. അപ്പം അങ്ങനെ ഞങ്ങൾ വീടിനെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. വീടിനെ നോട്ടം ഇട്ടിട്ടാ വീടിന്റെ ഉടമസ്ഥനെ പിടിച്ച് അകത്താക്കി. ഇപ്പം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വീടിനെ നട്ടിട്ട് വീടിന്റെ ഉടമസ്ഥയായി. അത് തന്നെ. ഞാനിപ്പോൾ ചേട്ടനോട് പറയും, ചേട്ടനെന്താണ് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് വീട്ടിൽ വന്നേ. അപ്പം ചേട്ടൻ പറയാതെയാണ് വീട്ടിൽ വന്നത്. അപ്പം ഞാൻ വേഗം കറിയൊക്കെ ഉണ്ടാക്കി കടയിലേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു.
ചേട്ടൻ്റെ 1-2 ഫ്രണ്ട്സ് വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോ കട്ട് ചെയ്തു. എവിടെയാണോ പറഞ്ഞു നിർത്തിയത്, എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ ആ പൂവിൻ്റെ പേരൊക്കെ ചോദിച്ച് ചേട്ടനോട് മിണ്ടി. പിന്നെ ചേട്ടൻ്റെ നമ്മൾ സത്യത്തിൽ ഒരു സോപ്പ് പൊടി വാങ്ങാനായിട്ട് നമ്മളിവിടെ അന്വേഷിച്ച് തേടി പിടിച്ച് വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ ആൻസോടന് ഒരു ചെരുപ്പ് വാങ്ങാൻ നമ്മൾ തൊട്ടപ്പുറത്ത് ചെരുപ്പ് കട അവിടെ കയറി. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഈ ചേട്ടൻ്റെ കടയാണെന്ന് മനസ്സിലാക്കി നമ്മൾ സോപ്പ് പൊടി ഇതേ കടയിൽ കിട്ടുമോ ചേട്ടാ എന്ന് ചോദിക്കാൻ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ദാ ഈ ഇരിക്കുന്നതല്ല സോപ്പ് പൊടിയല്ലേ എന്ന് പറഞ്ഞ് ബക്കറ്റോടുകൂടി എടുത്തു വെച്ചു. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോയി. അങ്ങനെ 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 നമ്മൾ പിന്നെ എന്നും കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ആലോചനകളൊക്കെ വന്ന് പിന്നെ വീണ്ടും 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 ആലോചനകളൊക്കെ വന്ന് നമ്മളങ്ങ് സെറ്റായി അല്ലേ. ആര്? ചേട്ടൻ. ഞാനാ ചേട്ടനൊരു നാഗവല്ലി കളിക്കണേ. ഞാനാ എനിക്കോ എന്ന് ചോദിക്കണേ. അതാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടുകാരോടും ചേട്ടൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പം എന്താണേലും നമ്മൾ വലിയ ചെറുപ്പക്കാരൊന്നും അല്ലല്ലോ. അങ്ങ് വലിയ ആലോചനകളിലേക്കൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ കണ്ട് വീടും കണ്ട് പെണ്ണു വീട്ടുകാരും കയറി ഉറപ്പിച്ചൊക്കെ നടക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിങ്ങിലേക്ക് വിട്ടു. നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കിയൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ. ചേട്ടനെ ആണെങ്കിലും ഞാൻ മനസ്സിലാക്കി. കൂടുതലായിട്ടും അവിടെയുള്ള നാട്ടുകാരും അയൽപ്പക്കക്കാരും ചേട്ടനെ അറിയാവുന്നവരൊക്കെ ചേട്ടനെക്കുറിച്ച് നല്ലത് തന്നെ പറഞ്ഞു. പിന്നെ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ഒന്നും വന്നില്ല. പിന്നെ എന്നെക്കുറിച്ച് ചേട്ടനൊന്നും അന്വേഷിച്ചില്ല അല്ലേ. എന്നെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലാതെ ഒന്നും അറിയില്ലായിരുന്നു തോന്നുന്നു അല്ലേ. അതിൽ വല്ല ദുഃഖമുണ്ടോ ഇപ്പം? നേര് പറ. എന്നാലും എന്തോ ഒരു അന്വേഷിക്കാമായിരുന്നു എന്ന് തോന്നിയോ? അങ്ങനെയല്ല, 4 വർഷം അവിടെ ആയിരുന്നല്ലോ, കുർബാനമാറ്റത്തായിരുന്നു താമസം. അതൊരു 1.5 വർഷമായിരുന്നു. എൻ്റെ പൊന്ന് മടുത്ത് പണ്ടാരം അടങ്ങിപ്പോയി. അവിടെ ജീവിച്ചോടുകൂടി ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിച്ചത് പോലും. ഒറ്റയ്ക്കുള്ള ജീവിതം ഇത്രയും കഠിനമാണ് എൻ്റെ അയ്യപ്പ എന്ന് തോന്നിയത് കുർബാനമറ്റത്ത് തന്നെ. പിന്നെ സത്യം പറയാലോ, വീടിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ നല്ലതാണെങ്കിലും ഒത്തിരി ദുരിതങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. സിംഗിൾ പേരൻ്റ് എന്നുള്ള നിലയിൽ നല്ലതായിട്ട് സഫർ ചെയ്ത് അവിടെ നിന്ന് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഒന്നും വന്നില്ല. പിന്നെ ഈ ചേട്ടനൊരു പാവാന്ന് എനിക്ക് മനസ്സിലായതേ. ചേട്ടൻ ഗൾഫിനൊക്കെ പോയിട്ട് അക്കിടിയൊക്കെ പറ്റിയിരിക്കുന്നു, അതൊക്കെ മനസ്സിലായി. പാവം തോന്നി. പിന്നെ ആദ്യമായിട്ട് ഇത് സംഭവക്കാരെ ആദ്യമായിട്ട് പ്രപ്പോസൽ ഉടനെ ചേച്ചിയുടെ വർക്ക് ഞങ്ങളുടെ മാരേജാന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിൻ്റെ വർക്ക് പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞതല്ലായിരുന്നു. അപ്പം നേരത്തെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആകാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലേ പറഞ്ഞതല്ലായിരുന്നു. ഇപ്പോൾ വർഷം എങ്ങ് പോകുന്നില്ലേ. ആരോട് വേണമെങ്കിലും അവിടെ ചോദിച്ചു നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, ജാക്സനെ കുറിച്ച് നല്ലത് മാത്രമേ ആരും പറയത്തുള്ളൂ എന്നൊക്കെ ആ ചേച്ചി പിന്നെ കണ്ടപ്പോൾ പറഞ്ഞേക്കാം അല്ലേ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയാണ്. പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പണ്ടപ്പള്ളിയിലെ വീട് വാങ്ങിയ ആ ചേട്ടൻ നമ്മുടെ തൊട്ടയൽപ്പക്കത്തല്ലേ. അപ്പോൾ അതറിഞ്ഞപ്പം അവരും പറഞ്ഞത്, അപ്പോൾ ആ ചേച്ചി ഞങ്ങൾ ആ നാട്ടുകാരാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആലോചന ആ ചേച്ചി ഇങ്ങനെ എന്നോട് പറയണതിന് മുമ്പ് അവരോട് ചോദിച്ചെന്ന് അറിഞ്ഞ് എന്നെക്കുറിച്ച് അവരോടും ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവരും പിന്നെ ചേട്ടനെക്കുറിച്ച് എന്നോട് പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമായിട്ട്. അവരെത്ര നാളായിട്ട് അവിടെ താമസിക്കുക, ഈ ചേട്ടനെക്കുറിച്ച് മോശമായിട്ടൊന്നും ആ നാട്ടിലോ അയൽപക്കത്തോ ഒന്നും പറഞ്ഞ് അവരും കേട്ടിട്ടില്ല. പിന്നെ ആ ചേട്ടനൊക്കെ ആണെങ്കിലും അവരുടെ അപ്പനൊക്കെ ആയിട്ട് അവരുടെ ആ ഒരു അച്ഛൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ മുതൽ ചേട്ടൻ്റെ വീട്ടിലെ ചാച്ചനെയും ഒക്കെ അറിയുന്നതാണ്, എല്ലാവരും അറിയുന്നതാണ്. അപ്പം നല്ല അഭിപ്രായങ്ങളാണ് ഇവരെക്കുറിച്ച് അവരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും എല്ലാവരും പറഞ്ഞത്. അപ്പം പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാലോ, ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ചേട്ടനൊരു ശുദ്ധ ഭാവമാണ്. ആദ്യമായിട്ട് മിണ്ടിയപ്പോൾ തന്നെ ചേട്ടനുള്ള ചരിത്രം മൊത്തം പറഞ്ഞു.
എന്നെ ആലോചിക്കണം. ഇല്ല ഞാനിങ്ങനെ കേൾക്കുവല്ലേ. എന്താ അല്ല പറഞ്ഞ കേൾക്കുമല്ലോ, ഒരാൾ പറയുമ്പോൾ നമ്മൾ കേൾക്കണം. എന്നാ ഇനി പറ. അല്ല ഇനി എന്ത് പറയാനാ, വേറെ ഇത്ര ആയില്ലേ. അതൊക്കെ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ നമുക്ക് പറയാനായിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് വലിയ സംഭവമൊന്നും അല്ല. എന്താണെങ്കിലും ഇതായിരുന്നു വിധി, എല്ലാവരും പറയും പോലെ അല്ലേ? ആ പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേറെ ഒന്നും ആയിട്ടില്ല. ഏതായാലും എനിക്ക് ഒരു കൂട്ടിന് ഒരാൾ വേണം. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കാര്യത്തെ കഴിഞ്ഞപ്പോൾ വാടക വീട്ടിൽ കിടപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒന്ന് പിന്നെ അമ്മയുണ്ട്, കൊച്ചുണ്ട്. അവരുടെ ഇത് അവിടെ വന്ന് താമസം തുടങ്ങി 4 വർഷമായി. അങ്ങനെ ആൾക്കാർ വേറെ ഒരു രീതി പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഏതായാലും നമുക്കൊരു തുണ വേണം എന്ന് പറച്ചിൽ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഞാനിങ്ങനെ തള്ളി നിങ്ങൾക്കൊണ്ടിരിക്കണം. നമ്മൾ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, അത്ര തന്നെ. പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെറിയൊരു മനസ്സ് വെച്ചു. പറയാനുള്ളവരോടൊക്കെ പറഞ്ഞു. കൂടുതലാരോടും പറഞ്ഞൊന്നുമില്ല. ചുരുക്കം ചിലവരോട് പറഞ്ഞു. അവരും പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. ഇങ്ങനൊക്കെ ഇതുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ആലോചിക്കാടാന്ന് പറഞ്ഞു. അത്ര തന്നെ, വേറെ കൂടുതലില്ല. പിന്നെ സമയമായി രജിസ്റ്റർ സമയത്ത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ 2-3 പിള്ളേർ ചേട്ടനോടും പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊക്കെ പറഞ്ഞാൽ ശരി ഞാൻ വന്നേക്കാം. ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടനെ നമുക്ക് ഒരു ദിവസം വീഡിയോയിൽ കൊണ്ടുവരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ നേരെ മൂത്ത ചേട്ടനല്ല, നേരെ മൂത്തേൻ്റെ മൂത്ത ചേട്ടൻ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു തുണയായി, അവർക്കൊരു കൂട്ടായി, എനിക്കൊരു കൂട്ടായി. പിന്നെ ഒരു അമ്മേനെ കിട്ടി, ഒരു മോനെയും കിട്ടി. ഞങ്ങളിപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക എല്ലാം. പിന്നെ അതിന് 2 കോഴിയുണ്ട്, ഒരു പട്ടിയുണ്ട്, ഒരു പൂച്ചയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വലിയ കുടുംബമായിട്ട് ജീവിക്കണം ഇവിടെ. കോഴിപ്പൂവിനെ ഒരു ദിവസം നോക്കി നിന്നിട്ട് ചേട്ടൻ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പുറകെ വന്നിട്ട് നോക്കിയിരിക്കുക ബൊമ്മാസ. ഞാനത് കണ്ടില്ല സത്യം പറയാം. പൂവനിറങ്ങി ചേട്ടൻ ഇറങ്ങിയപ്പോ പൂവനവിടെ വന്നിട്ട് മിണ്ടിയില്ല, എന്നിട്ട് പുറകെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നെ കണ്ടില്ലേ? ഭാസ്കരന് ഇപ്പം ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടം ചേട്ടനെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നടു ഇങ്ങനെ നിവർത്തിയിട്ട് ഇങ്ങനെ നിൽക്കും, വളഞ്ഞു കുത്തിയിട്ട്. എന്നാ പിടിച്ചോ, തലയിലൊക്കെ ഒന്ന് തലോടിക്കോളാൻ. അല്ലാതെ ഇപ്പൊ വേറെ എന്താ ഇങ്ങനെ പോണു. പിന്നെ ഞങ്ങളവിടെ താമസിക്കണമെന്ന് ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം. മറ്റേ വീട്ടിൽ വന്ന് മറ്റൊരു കള്ളുകൂടിയും കയറി ഇതൊക്കെ. ഞങ്ങളൊന്നും അറിയില്ല, എന്നാലും ഇങ്ങനെ അറിഞ്ഞില്ല അവിടെ ഇങ്ങനെ താമസക്കാരുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല, ഇതൊരു കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഇല്ലാന്ന് പറയാൻ കാരണം ഞാൻ രാവിലെ 6-6:30 ആകുമ്പോൾ ഞാൻ ഏറ്റു പോകില്ലേ. ആ വഴിക്ക് അവിടെ ചേട്ടന് വരേണ്ട കാര്യവും ഇല്ല. പകലാ വഴി വന്നാൽ തന്നെ നിങ്ങൾ അവിടെ ഇല്ലാതെ പണ്ടേലും ഞാൻ എന്നെ പുറത്ത് കാണുകയില്ല. എന്നെ അവിടെ ഉള്ള ആരും അറിയത്തില്ല. ആൻസിനെ അമ്മച്ചീനെയൊക്കെ അറിയത്തുള്ളൂ. ഞാൻ ആ മുറിക്കകത്ത് തന്നെ ഇരിക്കുമല്ലോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുറ്റത്ത് പോലും ഇറങ്ങത്തില്ലായിരുന്നു. മടുത്തു പോയായിരുന്നു അവിടെ നിന്ന്. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. റെൻറ്റിന് താമസിക്കേണ്ടുന്ന ബുദ്ധിമുട്ടും അറിഞ്ഞു. ഞാൻ ജീവിതത്തിൽ റെൻറ്റിന് താമസിക്കുന്നത് സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല. പക്ഷേ റെൻറ്റിന് താമസിക്കേണ്ട ബുദ്ധിമുട്ട് അറിഞ്ഞു. ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടുന്ന അവസ്ഥ എപ്രകാരം ആയിരിക്കും എന്ന് അറിഞ്ഞു. എന്തെങ്കിലും അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ, അങ്ങനെയുള്ള ഫാമിലീനെയൊക്കെ കാണുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ചേട്ടനറിയില്ലല്ലോ അതിൻ്റെ ഫീലിങ്സ് എന്താന്ന്. ഇല്ല ഒറ്റയ്ക്ക് താമസിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ചേട്ടന്? എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നാൻ ചിന്തിക്കാനുള്ള സമയമില്ല. നമുക്കൊരു ഇതാകുമ്പോൾ ഒരു ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ അങ്ങനെ വൈകുന്നേരം വരുമ്പോഴല്ലേ, വൈകുന്നേരം വരുമ്പോൾ ഇച്ചിരി ഭക്ഷണം കഴിച്ച് ഇച്ചിരി മുമ്പത്തെ ഇളന്നെ ഇരുന്ന് മൊബൈൽ നോക്കി അങ്ങനെ ഉറക്കം വരെയും കയറി കിടന്നുറങ്ങും. കുളിയും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും, അത്ര തന്നെ. അല്ലാതെ ഒരു
പിന്നെ വേറെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ആ വീട്ടിൽ കിടന്ന് അത്രയും കാര്യങ്ങൾ സഫർ ചെയ്തെങ്കിലും ആ വീടിൻ്റെ ഹൗസ് ഓണർ ചേട്ടൻ്റെയും ചേച്ചിയുടെ സപ്പോർട്ട് ഭയങ്കര വളരെ വലുതായിരുന്നു. 4 വർഷം താമസിച്ചെങ്കിലും അവർ റെൻ്റൊന്നും കൂട്ടാതെ നമ്മളെ പരമാവധി അവർ സപ്പോർട്ട് ചെയ്തും വേറെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിലേക്ക് നോക്കണ്ട, അതൊന്നും ചിന്തിക്കണ്ട, നമ്മുടെ കാര്യമായിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ ഒരു കൂടപ്പറപ്പിൻ്റെ ഒരു സ്നേഹമൊക്കെ അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വളരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത് സ്റ്റേജിലെത്തിയാലും അവരെ എനിക്ക് ശരിക്കും ഒരു റോൾ മോഡലായിരിക്കും കേട്ടോ. നല്ല മനുഷ്യരല്ലേ. ചേട്ടനെ അവരെ കാണുന്നത് നമ്മുടെ വീട് ലാസ്റ്റ് ഒഴിഞ്ഞ് താക്കോല് കൊടുക്കാൻ നേരത്താണ് കണ്ടത്. അങ്ങനെ പിന്നെ എന്താ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ അവർ താമസമൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഫാമിലിയാണ് താമസിക്കുന്നത് അവിടെ. അത് തോട്ടം വെട്ടുന്നവർ തന്നെയാട്ടോ ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, അവിടെ രാവിലെ കുറേ കരിയിലക്കിളിയും കാക്കയും കുയിലൊക്കെ വരെ ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കണ്ടോ എന്ന് പറഞ്ഞു. അവൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾ ഓർക്കോ ഇല്ലയെന്ന് അറിയത്തില്ല. നമ്മുടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഞാൻ ആ വഴി അങ്ങനെ പോകാറില്ല. ഒരു ദിവസം കണ്ടായാലും രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയതല്ലാതെ പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ പോവാറില്ല. പിന്നെ ആ ഭാഗത്തിൽ പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ എന്താ വേറെ എന്നുള്ള വേറെ ഇങ്ങനെയൊക്കെ പോണു. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഹാപ്പി ആയിട്ട് പോണു. ചൂട് കൂടുതലാണ്, അതുകൊണ്ട് കുറേ വെള്ളം കുടിക്കും. ഇപ്പം 4 പരിപ്പോട തീർച്ചയായിട്ടും കൊണ്ടുവന്ന പരിപ്പോട മൊത്തം ഞാൻ തീർത്തു. 5 പരിപ്പോട എടുത്തോണ്ട് 1 വിറ്റു, ബാക്കി 4 ഞാൻ തീർത്തു. ചക്കപ്പുഴുക്ക് ഇരിപ്പുണ്ട്. മീൻകറി പകുതി ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോകുന്നത്. മൊത്തം ഇരുന്നാൽ ചിലപ്പോൾ മുളിച്ചു പോയേക്കും, ചൂട് കൂടുതലായതുകൊണ്ട്. അപ്പോൾ പിന്നെ ഒരു ചക്ക ഇരിപ്പുണ്ട് പുഴുങ്ങാൻ. അതിപ്പോൾ എന്ത് പരുവത്തിലാവുമെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ ചക്ക പഴം ഇരിപ്പുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ നിന്നിട്ടാ. ഇത്രോ മീശ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ്ട് പഴയ ഫോട്ടോയെ, പണ്ടത്തെ റേഷൻ കടക്കാരനാണ്. ഇത്രോ മീശ എവിടെ മരിഞ്ഞ് നമ്മൾ പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടോ ആ പഴയ ഫോട്ടോയെ. അപ്പം വയ്യാണ്ടായി, സുഖമില്ല. പിന്നെ എന്നാ വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെയുള്ളൂ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു. എല്ലാവരുടെയും കമൻസൊക്കെ കണ്ടു. ഹാപ്പിയാണ്. ചേട്ടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊക്കെ കമൻറ്റ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന കാര്യമാണ് സ്ത്രീധന പീഡനമൊക്കെ. ഇത് ചുമ്മാ കുറേ കടബാധ്യതകളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്ത്രീധനം തലയിൽ വെച്ചോണ്ടോ ഞാനൊക്കെ ചെല്ലും. ചേട്ടന് സ്വർണ്ണ മൊത്തം പണയത്തിലിരുന്ന് കുറച്ച് കടബാധ്യതയൊക്കെ ആയിട്ടാണ് അവിടേക്ക് കയറിയത്. അങ്ങനെയൊക്കെ വീട്ടിലേക്കൊക്കെ ഒരു പെണ്ണിനെയൊക്കെ വിളിച്ച് കയറ്റാനായിട്ട് ആരെങ്കിലും ഒരു ഫാമിലി അടക്കം ഒരു വീടിൻ്റെ താക്കോലിൽ നിന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ഇവിടെ കയറി താമസിച്ചോളം പറഞ്ഞ് ആരെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മളെ സ്വീകരിക്കും. ഇത്ര വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് കുനിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ തല കാണൂല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഇരിക്കുന്ന കാലത്ത് ഇങ്ങനെ വിശ്വസിച്ച് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കല്യാണം പിന്നെ വിവാഹത്തട്ടിപ്പൊക്കെ നടക്കണം കാലങ്ങളാണെന്ന് ഓർക്കണം. ആരെങ്കിലും വീട്ടിൽ കയറ്റി കിടത്തുവോ, വിശ്വസിച്ച് നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുമോ? ആ സ്ഥാനത്ത് ചേട്ടൻ നമ്മളെ വിശ്വസിച്ച് നമുക്ക് വീടും തന്ന് നമ്മളെ കുടുംബത്തെ മൊത്തം ഏറ്റെടുത്ത്. അല്ലാണ്ട് ഒരു കല്യാണം കഴിച്ച് എന്നെ മാത്രമല്ലല്ലോ. പിന്നെ നമ്മളിപ്പോൾ യാത്രയൊക്കെ പോയാലും നമ്മൾ ആൻസിനെ ഒന്നും കളഞ്ഞിട്ടൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടിയല്ലേ പോകുന്നത്. അമ്മച്ചിക്കാണ് ഒത്തിരി ദൂരേക്ക് പോയപ്പോൾ വരാൻ പറ്റില്ല. ചെറായിക്ക് പോയിട്ട് അമ്മച്ചി വോമിറ്റ് ചെയ്ത് ഒരു പരുവാക്കിയ തിരിച്ച് വീട്ടിൽ വന്നു. അമ്മച്ചി അതുകൊണ്ട് ഇപ്പോൾ യാത്രകളെല്ലാം ഒഴിവാക്കി നിർത്തിയേക്കുക. പള്ളിപ്പെരുന്നാളിന് പോലും കരിമണ്ണൂർ വേള നമ്മുടെ ഇവിടെ തൊട്ടടുത്ത പള്ളിപ്പെരുന്നാളിന് പോലും പുള്ളിക്കാരത്തി വന്നില്ല. അപ്പം അതുകൊണ്ട് അമ്മച്ചി മാത്രമേ ഇപ്പം അങ്ങനെ യാത്രകൾ ചെയ്യാൻ പറ്റാത്തേ ഉള്ളൂ. പിന്നെ ബാക്കി എല്ലായിടത്തും നമ്മൾ 3 പേരും കൂടെ അല്ലേ എല്ലായിടത്തും പോകുന്നതൊക്കെ. ഇനിയിപ്പോൾ പട്ടീനെ കൂടെ കയറ്റിക്കൊണ്ട് പോകണമെന്നൊക്കെ പറയണം കേട്ടോ. ഇനി പോകണോടത്തോടെ നമുക്ക് ബാസ്കുവിനെ കാറിൻ്റെ പുറകെ കയറ്റിയിരുത്തി കൊണ്ടുപോകാമെന്ന്. അപ്പോൾ 10 പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴത്തേക്കും 11ാമത്തെ പ്രാവശ്യം തന്നെ കയറിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ബാസ്കുവിന് ലോട്ടറി അടിച്ചു. അവൻ വല്ലതും അറിയണുണ്ടോ ഇതൊക്കെ? കാറ് പോയിട്ട് അവനൊരു സൈക്കിളിൽ കയറാനുള്ള യോഗം ഉണ്ടാകുമെന്ന് ഓർത്തിട്ടുണ്ടോ? എൻ്റെ പൊന്ന് ദൈവമേ. എല്ലാം പറ. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ലൈഫൊക്കെ ചേഞ്ചായി. അതിന് നല്ല മനസ്സ് കാണിച്ചത് അങ്ങനെ മനസ്സ് കാണിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചേട്ടൻ്റെ അറിവിൽ അങ്ങനെ ആരും ഇല്ലല്ലോ.
ആരെയും അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി താമസിപ്പിച്ച ഒരു ഫാമിലിനെ ഏറ്റെടുത്ത് ഇപ്പം ഈവൻ കുറേ സ്ത്രീധനം കൊടുത്ത് കുറേ വസ്തുവും കൊടുത്ത് സാമ്പത്തികവും കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പോലും ആ കൊണ്ടുപോണ ചെറുക്കൻ ആ പെണ്ണിൻ്റെ വീട്ടുകാരെ ഏറ്റെടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മേനെ നോക്കണമെന്നൊന്നും ഇല്ലല്ലോ. സ്വന്തം അച്ഛനമ്മേനാരും നോക്കൂല, പിന്നെ അതിന് നാട്ടുകാരിലുള്ളവരുടെ അച്ഛനമ്മേനെ നോക്കണം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദൈവത്തിന് തുല്യ. പിന്നെ ഈ ദൈവത്തിനെ എനിക്ക് ഇടിക്കാനും തൊഴിക്കാനും അടിക്കാനൊക്കെ പറ്റിയൊരു ദൈവമാന്നേ ഉള്ളൂ കേട്ടോ. പരമാവധി പോര് കുത്തും. ഞാൻ നല്ല രീതിയിൽ നല്ല നുള്ളിപ്പറിയൊക്കെ വെച്ചു കൊടുക്കും. നല്ല നുള്ളിപ്പറിയും കൊടുക്കും, ഇടിയും കൊടുക്കും, അടിയും കൊടുക്കും. എന്നിട്ട് പോയി കട്ടചായ എടുത്തില്ല, ഈ കട്ടചായ കുടിച്ചോളാൻ പറയും. വേറെ ഒന്നല്ല, എനിക്കിട്ട് ഇങ്ങോട്ട് തരുമ്പോ തിരിച്ചൊരെണ്ണം കൊടുക്കും, അത്രേ ഉള്ളു. അത് ആദ്യത്തെ വന്ന ഇടക്കുള്ള അത്ര ഇല്ല ഇപ്പൊ. അടിയാ അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ ആദ്യമൊക്കെ വന്നപ്പോ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ എന്താ ഇത് കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന്റെ മാറ്റങ്ങൾ ഒത്തിരി വന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ തന്നെത്താനുള്ള അവർ മൂന്നുപേര് മാത്രമല്ലേ ഉള്ളൂ. സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, അത് ഇപ്പോഴും ഉണ്ട്. കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള സാരി കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ഓർഡർ ചെയ്ത് വാങ്ങുന്നു. കടയിൽ കണ്ടത് എങ്ങനെയെങ്കിലും ഇപ്പൊ എന്ത് മേടിക്കുന്നു എന്നോട് ചോദിക്കൂട്ടോ. അല്ല, ഞാൻ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ചോദിക്കാതെ ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ ചോദിക്കാതെ വാങ്ങിയിട്ടില്ലെന്നല്ല, എനിക്കത് വേണം അത് കിട്ടുമ്പോഴേ വാശി പിടിക്കും. കഴിഞ്ഞ ദിവസം ടോപ്പ് കട പോയപ്പോ പറയാറുണ്ട്, ഓരോ തവണ ചെല്ലുമ്പോഴും അടുത്തത് കണ്ടുവച്ചിട്ടാ പോരുന്നത്. എന്നിട്ട് അത് കിട്ടുമ്പോഴേ എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കും. അല്ല, അതൊക്കെ രസമല്ലേ, വാശി പിടിക്കാനൊക്കെ ഇതുവരെ ആരും ഇല്ല. സ്വന്തം കയ്യിൽ കാശുണ്ടെങ്കിലും ഇഷ്ടം പോലെ അങ്ങനെയൊന്നും ചെലവാക്കൂല. എന്നോട് ചോദിക്കാം, നിനക്കൊന്നും ഇത് മേടിക്കാം, അല്ലെ നിനക്ക് അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറയും. എല്ലാ കാര്യം പറയട്ടോ. ഇല്ലാന്ന് ഞാൻ എന്തിനാന്ന് പറയേണ്ട കാര്യത്തിൽ. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ വൈഫാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പൊക്കി പറയണല്ല. എന്ത് പറഞ്ഞാലും എന്നോട് പറയും. മീൻ മേടിക്കണ കാര്യമായാലും ശരി എന്നോട് പറയും, നമുക്ക് ഇച്ചിരി മീൻ മേടിക്കാം. ആദ്യം ഞാൻ പറയൂട്ടോ, വേണ്ട എന്ന് പറയും. ഞാനൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ ഉള്ളിലുള്ള മേടിക്കണം എൻ്റെ വയസ്സിലുണ്ട്. അല്ലാതെ വേണ്ടാന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തിന് മുഖത്തിൻ്റെ ഭാവം മാറുന്നത് എനിക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും, അതിൻ്റെ തന്നെ എനിക്ക് ഇച്ചിരി മീനില്ല പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. എന്നാ മേടിച്ചോളാൻ പറയും. അതുപോലെ ബീഫ് അങ്ങനെ ബീഫ് വാങ്ങൂല. ബീഫ് ഒന്ന് വാങ്ങിച്ചാൽ പരിപാടി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയാ സൺഡേ വരുന്ന കപ്പയും ബീഫൊക്കെ വാങ്ങിച്ചോണ്ട് കയറി വന്നേക്കാം. അതെ, അവിടെ സവാള ഉണ്ടോ, മീറ്റ് മസാല ഉണ്ടോ, മുളകുപൊടി ഉണ്ടോന്ന്. എന്നിട്ട് എനിക്ക് കത്തിയൊന്നുമില്ല. ഞാൻ ട്യൂബ് ലൈറ്റ് ആണോന്ന് എനിക്കൊരു സംശയം. ഞാനും അങ്ങനെ ഞായറാഴ്ച രാവിലെ ഞാൻ പറഞ്ഞ ഇറച്ചി മേടിക്കാനൊന്നും പൈസയൊന്നുമില്ല, സംഗതി പൈസയൊന്നുമില്ല. അപ്പോൾ ഈ ആഴ്ച മേടിക്കണം, അടുത്ത ആഴ്ച മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്ന് വെച്ചാൽ അയ്യോ എനിക്ക് ഇറച്ചി ഇച്ചിരി വേണം. ആ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വരും. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി, വീട്ടിൽ പോയി, പറമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് അത്യാവശ്യം അവിടെ ഷീറ്റൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഏതായാലും എന്നാൽ വീട്ടിൽ പോയിട്ട് പോരാ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട്, അവിടെ ചെന്ന് ഇറച്ചി മേടിച്ച് അപ്പോൾ ഇറച്ചി മേടിച്ച് ഞുറുക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിക്കുക സവോളയുണ്ടോ. എന്നിട്ടും ഈ പുള്ളിക്കാരത്തിക്ക് ഇവൾക്ക് മനസ്സിലായില്ല കേട്ടോ. അത് കപ്പയും മേടിച്ചു ഞാൻ. അത് മേടിച്ചെന്ന് എല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് വെല്ലൊക്കെ അടിച്ച് വാതിൽ തുറന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. ഇതെന്നാന്ന് വെച്ച് ഞാൻ മനുഷ്യർ കപ്പ മേടിച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് ഇറച്ചി മേടിച്ചൊന്നും തോന്നണില്ല. പിന്നെ നോക്കുമ്പോൾ ഇറച്ചി മേടിച്ചു. പിന്നെ പറഞ്ഞ് തീരുന്നപ്പുറം കറി വെച്ചു. അതൊക്കെ ഉണ്ടാക്കും. അപ്പം എനിക്ക് അതൊന്നും കാണാൻ വേണ്ടി ഞാനിങ്ങനെ ഇല്ല എന്ന് പറയും. ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ ലൈഫ്. ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നത്. ഹാപ്പി ആയിട്ടൊക്കെ പോകണം. ഒരു കുഴപ്പമില്ല. അനുസോട്ടം വീട്ടിലുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവരും വീട്ടിലുണ്ട്. ബൊമ്മാസ്, വാസ്കു, സ്വീറ്റി, റാണി ഒക്കെ ഉണ്ട്. ചെല്ലുമ്പോൾ ബൊമ്മാസ് വാസ്കുവിന് എന്തെങ്കിലും തീറ്റ കൊടുക്കണം, പൂച്ചയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കണം, ഇതെല്ലാം നോക്കിയിരിക്കുമായിരിക്കും. ബാസ്കുവിന് ചേട്ടൻ ചുമ്മാ കൊടുത്താൽ പോരാ, തലോടി ഒന്ന് ലാളിച്ച് ഉമ്മയൊക്കെ കൊടുത്തെങ്കിൽ അവൻ തീറ്റ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തിന്നോളൂ. അത് കിട്ടണോടം വരെ അവനിങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അവന്റെ മേത്ത് തലോടാതെ അവൻ തിന്നില്ല. എന്നിട്ട് തലോടിയിട്ട് ചക്കച്ചോളം കൊടുത്താൽ പോലും അവൻ തിന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെ ഒത്തിരി ആണോ ഞാൻ അഴിച്ചു വിട്ട് എൻ്റെ കൂടെ കൊണ്ടുവരും. ചേട്ടനെ എപ്പോഴും പറഞ്ഞേക്കാം അവനെ അടിച്ചോട്ട് കൂടെ കൊണ്ടുനടക്കും. അവനെ ഇണക്കി എടുക്കും ഉറപ്പായിട്ടും.
അവനെ ഞാൻ കാറെ കൊണ്ടുപോയി അത് ഇണക്കി എടുത്ത് ഞാൻ അയച്ചു വിട്ട് അവൻ എങ്ങും പോകില്ല. എനിക്ക് ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. ഇതിനേക്കാളും വലിയനെ നമ്മൾ വളർത്തെടുത്തേ. പിന്നെ ഇനി ഇത് അല്ല ഇതിന് വലിയതിനെ വളച്ചെടുത്തല്ല, നിന്നെ വളച്ചെടുത്തല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചല്ലേ, ആലോചിച്ചല്ല. അല്ല വളച്ചെടുത്തല്ലോ. നീ വളച്ചെടുക്കുന്ന സ്വഭാവമില്ല, ഒന്ന് വളച്ചെടുത്താൽ അത് മതിയായി. അപ്പം നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ ഇരിപ്പുണ്ട് വേണ്ട, എല്ലാം ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. ബാക്കി വിശേഷം എല്ലാം കൂടെ അങ്ങ് പറഞ്ഞു തീർന്നു പോകത്തില്ല, ഇനിയും വരണ്ടേ. നാളെ തരണ്ടേ. അപ്പം സമയം ഒത്തിരി ആവും, എല്ലാവർക്കും നോക്കിയിരുന്ന് ബോറടിക്കില്ലേ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ മക്കൾ, കൊച്ചുമക്കൾ, അയലക്കത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം, പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ. ഇതെന്നിങ്ങനെ ദുഃഖിച്ചിരിക്കണേ. ബൈ. നീ നാളെ കാണാം.